ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ മറ്റൊന്നും എനിക്ക് പുതിയതായി നിങ്ങളോട് പറയുവാനില്ല എന്നാണ് പറഞ്ഞത്. തൻ്റെ സംഭവബഹുലമായ ജീവിതത്തിലുടനീളം ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത് സത്യത്തെയും അഹിംസയെയുമായിരുന്നു. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് എല്ലാവർക്കും സ്വീകരിക്കാനും അംഗീകരിക്കാനും കഴിയുന്ന ആശയം തന്നെയാണ് സത്യവും അഹിംസയും. ആ സത്യസന്ധതയെയും അക്രമരാഹിത്യത്തെയും യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പ്രതിനിധാനം ചെയ്യുന്നത് ഗാന്ധിയന്മാരെന്ന് അവകാശപ്പെടുന്ന ആരെങ്കിലുമല്ല, മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്ന് നമുക്ക് കാണാനാവും. ഇന്ന് കേരളം ലോകത്തിൻ്റെ മുന്നിൽ ഒരു വിസ്മയമായി വളർന്നു വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എല്ലാ രംഗത്തും നാം ആർജിച്ച മഹാനേട്ടങ്ങളോടൊപ്പം അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞു എന്നതുകൂടിയാണ്. പട്ടിണിയില്ലാത്തൊരു നാടായി നമ്മുടെ നാട് മാറി. ഇന്ന് കേരളത്തിൽ പട്ടിണി കിടക്കേണ്ട അതിദാരിദ്ര്യാവസ്ഥ, ഗതികേട് ആർക്കുമില്ല. ഗാന്ധിജി തന്നെ ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനങ്ങൾക്കൊരു വഴികാട്ടി എന്ന പോലെ പറയുകയുണ്ടായി. ഒരു ഭരണാധികാരി ഏതെങ്കിലും ഒരു നയം ആവിഷ്കരിക്കുമ്പോൾ ആദ്യം നയം ആവിഷ്കരിക്കുന്നവരുടെ മനസ്സിൽ വരേണ്ടത് ആ നാട്ടിലെ ഏറ്റവും ദരിദ്രരായ ജനങ്ങളുടെ മുഖമായിരിക്കണം. ഏതു നയവും ആവിഷ്കരിക്കപ്പെടുന്ന സമയത്ത് ആ നയങ്ങൾ ഏറ്റവും സാധാരണക്കാരായ ദരിദ്രരായ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തു മാറ്റമുണ്ടാക്കും എന്നാണ് നാം ആലോചിക്കേണ്ടത്. എന്ന് വെച്ചാൽ ദരിദ്രരും പാവപ്പെട്ടവരുമായ മനുഷ്യരായിരിക്കണം ഭരണാധികാരികളുടെ എപ്പോഴത്തെയും മുഖ്യ പരിഗണനാ വിഷയം. ആ കാഴ്ചപ്പാടിനോട് 100% നീതി പുലർത്തുന്ന ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏക സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്ന് കാണാൻ പറ്റും.